വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 2050 ആകുമ്പോഴത്തേക്ക് ഒരാൾക്ക് ആവശ്യമുള്ള 3500 കലോറി ആവശ്യമുള്ളത് ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാൽ മതി. അന്നത്തെ ഭക്ഷണമായി. ഇനി ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് വിഷൻ പറയുന്നത്. അങ്ങനെ ഒരു ലൈഫ് എന്ത് ലൈഫാ? നല്ല കുപ്പായ ഇടുക, നല്ല തിന്നാൻ അതല്ലേ ലൈഫ്. ഐ ഡോണ്ട് നോ, ആൻഡ് ട്രാവൽ, സീ ദ വേൾഡ്, എൻജോയ്. ദാറ്റ് ഇസ് വൈ യു ആർ ലിവിംഗ് ഫോർ സോ മെനി ഇയേഴ്സ്. ഇഫ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, വാട്ട് ഇസ് ലൈഫ്? A recipe has no soul. You, as the cook, must bring soul to the recipe. ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രേണു. എൻ്റെ കൂടെ എന്നുള്ളത് ഒരു ക്വീനാണ്. ക്വീൻ ഓഫ് മാപ്പിള കുസീൻ എന്നാണ് സ്നേഹത്തോടെ ആബിദയെ എല്ലാവരും വിളിക്കുന്നത്. ആബിദ റഷീദാണ് എൻ്റെ കൂടെയുള്ളത്. വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഈ മലബാർ കാലിക്കറ്റ് നിന്ന് അവിടെ പറയുമ്പോൾ, മലപ്പുറമൊക്കെ പറയുമ്പോൾ, ഈ വീടിന് മുന്നിലൂടെയൊക്കെ രാവിലെ പോകുന്ന സമയത്ത് നല്ല ബീഫ് കറിയുടെ മണമാണ്. അപ്പം എനിക്കെപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്ന് ഏറ്റവും രുചിയുള്ള വിഭവങ്ങൾ വരുന്നത് മലബാർ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ തിരുവിതാംകൂറുകാർക്കും മധ്യ തിരുവിതാംകൂറുകാർക്കും ഒന്നും അങ്ങോട്ട് എത്താൻ പറ്റാത്ത എന്തോ മാജിക് ആ കിച്ചണിലുണ്ട്. എന്ത് മാജിക്കാണ് അവിടെ, ആ അടുക്കളയിൽ എന്ത് മജീഷ്യൻസാണ് അവിടെ ഉള്ളത്. പ്രദേശത്ത് തിന്നാനായിട്ട് ജീവിക്കുന്നവരാ, അല്ലാണ്ട് തിരുവനന്തപുരത്തുമാതിരി ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരല്ല. അതാണ് അവിടുത്തെ മാജിക്ക്. മോസ്റ്റ്ലി മലബാറിലെ മിക്ക ഭാഗത്തും ഒരു കമ്മ്യൂണിറ്റി വൈസും കുറച്ച് ഫുഡിൽ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മക്കളെ കെട്ടിച്ച് വിടില്ല. പെൺമക്കളെ വീട്ടിൽ തന്നെ കല്യാണം കഴിക്കുന്ന ആൾ ഇങ്ങോട്ടാണ് വരിക. അവർക്ക് അറയെല്ലാം കൊടുത്ത് അവരെ പെണ്ണിൻ്റെ വീട്ടിലാണ് സ്വീകരിക്കുക. അപ്പോൾ അയാൾ എന്നും ഒരു പുതിയാപ്പിളയാണ്, എന്നും അയാൾ മരിച്ചാലും പുതിയാപ്പിള തന്നെയാണ്. അപ്പോൾ ആ പുതിയാപ്പിളക്ക് എപ്പോൾ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനാണ്. അപ്പോൾ അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാവുമല്ലോ, ലഞ്ചിനും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര എലാബറേറ്റ് ആയിട്ട് അയാൾ ട്രീറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ബിക്കോസ് ഈസ് ഓൾവേസ് എ ഫോറിനർ ടു ദ ഹൗസ് അല്ലേ. അപ്പോൾ അത് കാരണമാണ് ഇത്രയും അത് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇത്ര കോൺഷ്യസ് ആയിട്ട് വീടുകളിലൊക്കെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പുതിയാപ്പിള ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പലരും അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. മകളെക്കാളും കാര്യമായിട്ടാണ് പുതിയാപ്പിളയെ കാണണേന്ന് പറയാറുണ്ട്. മലബാർ ഭാഗത്ത് അങ്ങനെയാണോ? അങ്ങനെയാ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഖബർസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ പുതിയാപ്പിളൻ്റെ ഖബറാന്നാ പറയുക. അത്രയും ആ ഒരു വാക്ക് ഏത് 100 വയസ്സായാലും അങ്ങനെയാണ് അതിൻ്റെ ആ ഒബീഡിയൻസ് ഉള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ബീൻ ഷോൺ ഓൺ ദ ടേബിൾസ് ഓൾസോ ഓഫ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ആ ട്രീറ്റ് ശരിക്കും കാണാം. അങ്ങനെയാണ് ഇത് ആക്ച്വലി ക്യുസീൻ ഇത്രയും ഡെവലപ്പായത്. ലൈക്ക് എവറി ഡേ സംതിങ് ഡിഫറെൻറ്റ് വേണമല്ലോ. പിന്നെ സെക്കൻഡ് തിങ്, ഇത് പുതിയാപ്പിള കെയിം ഫ്രം ഹിസ് മദർ അല്ലേ. അപ്പോൾ അവരെ വീട്ടിലുള്ള കുറച്ച് ക്യുസീന് ഉണ്ടാവും. അപ്പം മരുമകൾക്ക് ചിലപ്പം അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഭക്ഷണം അവരെ ഉമ്മ പറയുമല്ലോ, അത് അവരുടെ അടുത്തത് പഠിച്ചിട്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്നാൽ അതും ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതിനൊരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ജീവിക്കുമ്പോൾ അതും ഇതും എല്ലാം നേടാനുള്ള ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കാര്യമാണെന്നുള്ളത്. നല്ല ഭക്ഷണം, നല്ല രുചി, നല്ല ദഹനം, ഇതൊക്കെ ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ടോട്ടലി ഇമ്പോർട്ടൻ്റ് അല്ലേ. നല്ല മൂഡ് വരണമെങ്കിലും, ഇപ്പോൾ പഠിക്കണമെങ്കിലും പണിയെടുക്കണമെങ്കിലും ഒക്കെ വിശന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വയറ് വിശക്കുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് റീഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. ബുദ്ധിയും വർക്ക് ചെയ്യില്ല, വയറും വർക്ക് ചെയ്യില്ല. മനുഷ്യന് അടിസ്ഥാനം ഇല്ലല്ലോ ഭക്ഷണം ഇല്ലെങ്കിൽ. അത് മാത്രമല്ല, ഒരു ഇഷ്ടമില്ലാത്ത ഉപ്പും പുളിയൊന്നും ഇല്ല ആർക്കാനും വേണ്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡും അങ്ങനെ ആയിരിക്കും. നല്ല മൂഡ് വരണമെങ്കിൽ നല്ല ഭക്ഷണം തന്നെ വേണം, അതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുക്ക് എന്നതിനേക്കാളും ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഒരു കിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടാറുണ്ട്, എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ എപ്പോഴും ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുടെ ഒരു കിക്കുണ്ടല്ലോ, ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ആബിദയുടെ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ നിന്ന് എനിക്കറിയാം,
ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, വിളമ്പി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ആ കൊടുക്കുന്നയാൾക്ക് കിട്ടുന്നൊരു കിക്ക് എന്താ? അത് അപ്പപ്പോ കിട്ടും. ആ. ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളമ്പി കൊടുത്തിട്ട് നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക ഉം. അവരെന്താ പറയാ. ആ ഒരു പറയുന്ന സന്തോഷ വാക്കുകളുണ്ടല്ലോ, അതാണ് ഒരാൾക്കുള്ള പ്രോത്സാഹനവും അതേ സമയത്ത് ആ സ്നേഹപ്രകടനവും. അത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. അത് ഞാൻ പറയാം എല്ലാ വീടുകളിലും ഇനിയും ഇങ്ങനത്തെ ഇങ്ങനെ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കണമെങ്കിലേ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്മകൾ വരുമ്പം അവർക്കും തോന്നും നല്ലത് ഉണ്ടാക്കി തരാനും. കഴിപ്പിക്കുന്നവരെ കഴിപ്പിക്കുക. ആക്ച്വലി ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അതിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി വേണമെങ്കിൽ അടുക്കള ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴത്തെ ഈ ഡൈവേഴ്സും പ്രശ്നങ്ങളും അതൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. നമ്മൾ ആ ആ സ്നേഹം പല വിധത്തിലും കാണിക്കാം അല്ലേ. അപ്പോൾ ഇത് ഒരു സോർട്ട് ഓഫ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി, ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി, അവർക്ക് ഇഷ്ടമുള്ളതാണ്, എന്നെ കരുതുന്നുണ്ട്, എന്നെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വാക്കായിട്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അല്ല വേറെ ഒന്നിനും ഈ സ്നേഹം ഈ ഭക്ഷണം കൊടുക്കുന്ന അത്ര സ്നേഹം വേറെ എവിടെയും കൊണ്ടുവരാൻ പറ്റൂല. അടുക്കള എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്ത്രീകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എത്ര പുരുഷന്മാരും മിടുക്കന്മാരായ ഷെഫുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകളും അടുക്കള. ഇപ്പം എൻ്റെ അടുക്കള ഓർമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരി ഉണ്ട്. ഞാൻ ഒരുപാട് പുളിശ്ശേരി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഊണുകൾ. പക്ഷെ ഇന്നേ വരെ എനിക്ക് ആ അമ്മ ഉണ്ടാക്കുന്ന പുളിശ്ശേരി, ആ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മ പുളിശ്ശേരി, അതുപോലെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒക്കെയാ. അപ്പോൾ ഈ അടുക്കളയിൽ സ്ത്രീകളും അടുക്കളയും അടുക്കള പാത്രങ്ങളും ഒക്കെ അടുക്കള എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അടുക്കളയും സ്ത്രീകളും പുരുഷന്മാരെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. സ്ത്രീകൾക്കാണ് കൈപുണ്യം കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഇടമാണ് അടുക്കള എന്ന് ആബിദയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ പറയുന്നത് ശരിയില്ല. ആ. നമ്മളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് പിന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് യൂസ് ടു ബി ലൈക്ക് ദാറ്റ് അല്ലേ. പുരുഷന്മാരങ്ങനെ അടുക്കളയിൽ വരുന്നില്ല. അതപ്പോൾ ഒരു ബ്രോട്ടപ്പ് ശീലങ്ങളാണ് അതൊക്കെ. അത് മോൻ വരണ്ട, ഞാൻ കൊണ്ടുതരാം, എത്ര സുഖമില്ലാത്ത അമ്മയാണെങ്കിലും അവിടെ ഇരിക്കും, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം, നീ പോയി എടുക്കണ്ട. അതെന്തോ ഒരു അവർ പോകാൻ പാടില്ലാത്തൊരു സ്ഥലം പോലെ ആക്കി വെച്ചത്. ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് അത് ഇപ്പോഴും നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇപ്പം ഒരാൾ തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ലല്ലോ. വൈ നോട്ട്, അവർക്കും ഉണ്ടാക്കാമല്ലോ. ലൈക്ക് ഇപ്പം എല്ലാ സ്ത്രീകൾ ഓഫീസിൽ പോകുന്നുണ്ട്, എല്ലാ വർക്കും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈ അമ്മമാർ എവിടുന്നോ കിട്ടിയൊരു അത് അവരുടെ ബുദ്ധിയിൽ അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്തു പോയി, ആൺകുട്ടികൾ കിച്ചണിൽ വേണ്ട എന്നുള്ളത്. അത് മാറി വരുന്നുണ്ട് പുതിയ ജനറേഷനിൽ. അവർക്ക് നല്ല ശ്രദ്ധയാണ്. സ്ത്രീകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർ ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ അവരതിനകത്ത് അവരുടെ ആ ഫുൾ അതിലിടും. ലൈക്ക് ദേ വോണ്ട് ടു ഡു ഇറ്റ് എന്നുള്ളതിൽ അവർ ചെയ്യുക. എന്നും ചെയ്യാത്ത ആൾക്കാർ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ദേ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ഇറ്റ്. ദാറ്റ് ഈസ് സംതിങ് അഡ്മയറബിൾ. അത് എനിക്ക് തോന്നുന്നത് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും മ്യൂച്വൽ റെസ്പെക്റ്റ്. നേരത്തെ നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കുടുംബ ബന്ധത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളത്. അത് കിച്ചണിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുമ്പോൾ മുഖം ചൊളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലാവരും ഇല്ല. മുഖം ചൊളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കിച്ചണിൽ ഇതില്ല, അത് പെണ്ണുങ്ങളുടെ എന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ. പക്ഷേ ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട, കാരണം ഭക്ഷണം ബേസിക് നീഡാ. ഒരു കിച്ചണിൽ നിന്നാന്നുള്ളത് തോന്നാറില്ലേ ആ തുല്യത തുടങ്ങേണ്ടത്? നമ്മളുടെ വീടുകളിലെ അമ്മമാർ രണ്ട് കുട്ടികളെ ഒരേമാതിരി പഠിപ്പിച്ച് കൊടുക്കണം. കിച്ചൺ ഒരു ആവശ്യമാണ്. നമ്മളിപ്പോൾ എല്ലാവരോടും പോയി പഠിക്കുന്ന കുട്ടികളോട് പറയുന്നത്. ലൈക്ക് സ്കൂളിൽ അത്രയും പഠിച്ചിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ പഠിപ്പിക്കണം. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാലഘട്ടവും ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ വന്നത്. അത് ഇപ്പം അവൾ ജോലിയുള്ള കുട്ടിയാണ്, അവൾ ലോന് പഠിക്കുക, മെഡിസിന് പഠിക്കുക, അവൾക്ക് സമയമില്ല. I don't think a person can keep on studying for 16 hours. Like 8 hours you'll be sleeping. ഓഫ് കോഴ്സ്. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഇത് പഠിക്കുക. പഠിച്ചോട്ടെ, പഠിക്കുന്നതിനും ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ലേ. ആ സമയത്ത് ടി വി കാണുക അല്ലേ. ഈ ടി വി കാണുന്ന മാതിരി തന്നെയല്ലേ ഈ കിച്ചൺ നോക്കുന്നതും.
അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ തിന്നാ. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഗിവ്സ് യു ഒരു ചേഞ്ച്. തൽക്കാലം നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, ആവണം. അത് ആലോചിക്കാഞ്ഞിട്ടാണ് അത് വരാത്തത്. ഒന്ന് ഒബ്സർവ് ചെയ്യുക, നമ്മൾ ഇടുന്ന ഓരോ സാധനത്തിൻ്റെ ഓരോ മണം, എന്താണ് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴാണ് നമ്മളെ കറി കേടുവരിക. അതെ, എല്ലാം ഇട്ടാലും ഒരു കറി ആവുന്നല്ലേ അല്ലേ അതെന്തിനാ ഇപ്പം ഇത്ര ശ്രദ്ധിക്കുന്നത്? ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കോഴിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അടി അടിച്ചാൽ കറി ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് ടേസ്റ്റ്. നമ്മളുടെ ആ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യണം അല്ലേ, വാസനയിൽ എടുക്കണം, കൈ പൊള്ളാൻ പാടില്ല. അങ്ങനെ എല്ലാ സെൻസ് ഓർഗാൻസും വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് വരും. ഇപ്പം നമുക്ക് മണമൊന്നും ഇല്ല, മൂക്കെല്ലാം അടച്ച് തലവേദനയെന്ന് ആർക്കാനും വേണ്ടി ചെയ്യുക, ഇറ്റ് വിൽ നോട്ട് ടേൺ ഔട്ട് വെൽ. അതതിൻ്റെ ഒരു ശാസ്ത്രം. ഇപ്പം ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ കലാകാരൻ എന്ന് പറയുന്നില്ലേ, ഒരു ഡാൻസ് കളിക്കുന്ന ആൾക്ക് എങ്ങനെ അയാൾ എന്താ പറയുക, ആ നല്ല മൂഡിലൊക്കെ അല്ലേ ആ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതേമാതിരി തന്നെ കുക്കിംഗ് ഒരു ആർട്ടാണ്. അത് ഒരു ആർക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ആസ് ആൻ ആർട്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ലോഡ് ഓഫ് ലൈഫിൽ. എന്തിനാ നമ്മൾ ഇത്ര പൈസ ഉണ്ടാക്കുന്നത്? നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലത്ത് നല്ല ജീവിതം വേണം. ഇതൊരു പാർട്ട് ഓഫ് യുവർ ഡെയിലി റൂട്ടീൻ, റൈറ്റ്? അപ്പോൾ അതിന് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? ആൻഡ് യുവർ ഹെൽത്ത് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു ആർ ഈറ്റിംഗ്, അതിനും ഇമ്പോർട്ടൻസ് ഇല്ല. എന്തെങ്കിലും ഇങ്ങനെ വാരി വിഴുങ്ങി രാവിലെ പോകുന്ന തിരക്കിൽ swallow ചെയ്ത് അൺഹെൽത്തി അല്ലേ അതൊക്കെ. ഓൺലി യു ടോക്കിംഗ് അബൌട്ട് പിന്നെ പച്ചക്കറിക്ക് വിഷമൊന്നും. അത് മാത്രമല്ല, ഈ കഴിക്കണ വെച്ച് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാണ്ട് കഴിക്കുന്നതൊക്കെ വിഷം തന്നെയാണ്. വെറും പച്ചക്കറീൻ്റെ വിഷം ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞ് ഇനി വരുന്ന ജനറേഷൻസിൽ എനിത്തിങ്. ഇപ്പം ഞാനൊരു ഒരാൾ പറഞ്ഞു കേട്ടു, 2050 ആകുമ്പോഴത്തേക്കേ ഒരു ക്യാപ്സ്യൂള് കഴിച്ചാൽ മതി, അന്നത്തെ ഭക്ഷണമായി. ഒരാൾക്ക് ആവശ്യമുള്ള 3500 കലോറി ആവശ്യമുള്ളത് ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് അത് കഴിച്ചാൽ മതി എന്ന്. ഇനി ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് വിഷൻ പറയുന്നത്. അങ്ങനെ ഒരു ലൈഫ് എന്ത് ലൈഫാ? നല്ല കുപ്പായ ഇടുക, നല്ല തിന്നുക, അതല്ലേ ലൈഫ്? ഐ ഡോണ്ട് നോ, ആൻഡ് ട്രാവൽ, സീ ദ വേൾഡ്, എൻജോയ്. ദാറ്റ് ഇസ് വൈ യു ആർ ലിവിങ് ഫോർ സോ മെനി ഇയേഴ്സ്. ഇഫ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, വാട്ട് ഇസ് ലൈഫ്? എൻ്റെ അറിവിൽ അബിത്ത വളരെ നേരത്തെ കുക്ക് ചെയ്ത് തുടങ്ങി, ആ കൈപ്പുണ്യം ബാക്കിയുള്ളവർ അറിഞ്ഞു തുടങ്ങിയ ഒരാളാണ്. ഈ കുക്കിങ്ങിലോട്ടുള്ള ഒരു പാഷൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള നമ്മുടെ ഒരു തോന്നൽ, അത് ഏത് സമയത്താണ് തുടങ്ങിയത്? അത് കണ്ടുപഠിച്ചതാണോ അതോ? കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചിരുന്നു. ഞങ്ങളെയൊക്കെ കാലത്ത് ഞങ്ങൾക്കൊന്നും അങ്ങനെ കിച്ചണിൽ വലിയ അഡ്മിഷൻസ് ഇല്ലായിരുന്നു. ബിക്കോസ് അതൊരു പർട്ടിക്കുലർ സെർവൻറ്റ് കമ്മ്യൂണിറ്റി തന്നെ അത് കംപ്ലീറ്റ്. നമ്മളൊക്കെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഉമ്മാൻ്റെ ഉമ്മ അവരൊക്കെ കൂടിയുള്ള വീടുകളായിരുന്നു. അപ്പം അവിടെ വലിയ വലിയ ആൾക്കാർ തന്നെ ഉണ്ട്. നമ്മളെപ്പോലത്തെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ചാൻസസ് ഇല്ലായിരുന്നു. ബട്ട് ഫിർ ബി ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഈ വൈകുന്നേരം പുട്ടിനുള്ള അരിയൊക്കെ ഇടിച്ച് വെച്ചിട്ടാണ് പോവുക. പുട്ടുപൊടി പാക്കറ്റൊന്നുമല്ല, അരി പൊതിർത്തി അവർ പോകുന്നതിന് മുന്നേ അത് പൊടിച്ച് നാളത്തേക്ക് വറുത്ത് രാവിലത്തെ പുട്ടിന് റെഡിയാക്കി വെക്കും. അപ്പോൾ അവർ ഒലക്കെട്ട് ഇടിക്കും ഈ ഉരലിൽ. അപ്പം ഞാനും പോയി അത് ഇടിക്കുമായിരുന്നു. കൊല്ലത്തിൽ ഒന്നായിട്ട് നെല്ല് കൊണ്ടുവരും. അത് മില്ലിലൊന്നുമല്ല, ഇടിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അരിയാക്കി എടുക്കല. അപ്പോൾ ഈ 4-5 വലിയ പാട്ട് പാടിയിട്ട് ഉരലിൽ ഇടിക്കും. അപ്പം ചോറ്റരി എന്താ പച്ചരി എന്താന്ന് ഇപ്പം ചോദിച്ചാൽ മിക്ക കുട്ടികൾക്കും അറിയില്ല. അറിയോ? എനിക്ക് പച്ചരി, എനിക്ക് അതിന്റെ നിറ വ്യത്യാസം വെച്ചറിയാം, 2 തരം അരിയാന്നറിയാം. അതെങ്ങനെ അങ്ങനെ ആയതരി? അയ്യോ, ഒക്കെ ഒരു വയലിൽ നിന്ന് വരുന്ന അരി തന്നെയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യണതെല്ലാം. ഞങ്ങളുടെ വീടിനടുത്ത് പാടമെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇതെനിക്കറിയില്ല. അറിയില്ല. അപ്പൊ ഈ പച്ചരി എന്ന് പറയുന്നത് ഹാർഡർ ഓൺ ദ ടെക്സ്ചർ. പുഴുങ്ങലരി എന്ന് പറയുന്നത് പദം കൂടുതലായിരിക്കും. അതിനെ അരച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചുടുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി നേച്ചർ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യും, കുറച്ച് പച്ചരി ഇടും, കുറച്ച് ചോറ്റരി ഇടും, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആ സോഫ്റ്റ്നെസ് കറക്റ്റ് ചെയ്യും. അതിനാണ് അത് രണ്ടും കൂടെ ചെയ്തോണ്ടിരുന്നത്. അപ്പത്തിന് മുന്നേ ഇല്ല, ഇഡ്ലിക്ക് പാവ് കാച്ചുന്നില്ലേ അപ്പത്തിനൊക്കെ, ആ സെൻറ്ററിലുള്ള സ്റ്റിക്കി നേച്ചർ കിട്ടണമെങ്കിൽ ആ ചോറ്റരി അതിൽ വരണം. അല്ലെങ്കിൽ ചിലർ അവിലിടും, അല്ലെങ്കിൽ ചോറ് കൂട്ടി അരയ്ക്കും. അപ്പം അതെന്താ, ഈ ഒരു സോഫ്റ്റ്നെസ് ആ സാധനത്തിന് ആവശ്യമുള്ളത് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ബേസിക് വിവരം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലേ?
ഇത് ചോറ്റരി കൂടുതലായ പശ പോലെയാവും, പച്ചരി കൂടുതലായ വടി പോലെയാവും. അതിനെയൊക്കെ ഒരു പ്രോപ്പർലി 2-1 3-1 എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ഡിഷസ് നമ്മൾ ഏജസ്സായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരിക. പക്ഷെ അതിൻ്റെ ഉള്ളിലെ എസെൻസ് ആരും മനസ്സിലാക്കിയിട്ടില്ല. വൈ ആർ വി ഡൂയിങ്? രണ്ടും അരിയല്ലേ. അങ്ങനത്തെ ബേസിക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ABCD പഠിച്ചാലേ ആനിമൽ എന്നുള്ളൊരു വേർഡ് എഴുതണമെങ്കിൽ AU NU MU ഒക്കെ പഠിക്കണ്ടേ ബേസിക്കലി, അല്ലേ? ഈ കുക്കിങ്ങിൽ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആവോ? അപ്പം അതിൻ്റെ പഠിപ്പൊന്നും പഠിക്കണ്ടേ? ആര് പഠിപ്പിച്ചു തന്നെ? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ല എന്താണ് ചോറ്റരി, എന്താണ് പച്ചരി എന്നുള്ളത്? അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇതിലേക്ക് അങ്ങോട്ട് വരാനുള്ള. അവരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആവും. ആ ഫ്ലോപ്പ് ആവാണ്ട് നിൽക്കാനാണ് ഇങ്ങനത്തെ ബേസിക് ലെസൺസ് ഞാൻ യൂട്യൂബിൽ കൂടെ ആൾക്കാർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ മിനിമം 25 മിനിറ്റ്സ് ഇരിക്കണം. ഈ 25 മിനിറ്റ്സ് ഇരുന്നാലും വാട്ട് ആം ഐ ടീച്ചിങ് യു? അതിൻ്റെ ബേസിക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദാറ്റ് ഈസ് ലോങ് ഫോർ യുവർ ലൈഫ്. മരിക്കണ വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവും ഫോർ എവറി കറി. മനസ്സിലായ? അത്രയും പെയിൻ എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദിസ് ഈസ് വൈ ഐ എം ആക്സെപ്റ്റഡ് ആസ് എ ഷെഫ് ഓർ എ ഹോം ഷെഫ്. അല്ലാണ്ട് ഞാൻ ടെക്നിക്കലി ഒരു സ്കൂളിലും പോയിട്ട് പഠിച്ചതല്ല. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി, ഞാൻ തന്നെ ഒബ്സർവ് ചെയ്ത്, ഞാൻ തന്നെ മനസ്സിലാക്കി. എനിക്കിപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും. അങ്ങനെ പഠിച്ച് വന്നതാണ്. പാരമ്പര്യമായി കൈമാറുന്ന റെസിപ്പികൾ, പാരമ്പര്യമായി കൈമാറുന്ന രുചികൾ, അങ്ങനെ ശരിക്കും വീട്ടിൽ പാരമ്പര്യമായിട്ടുള്ള രുചികൾ അത് ഗാർഡ് ചെയ്തിട്ടുള്ള, ലൈക്ക് ആ വീട്ടിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പികൾ അങ്ങനത്തെ ഉണ്ട്, വളരെ വളരെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ റെസിപ്പി എങ്ങനെയാ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇതിങ്ങനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അതില്ല, അത് മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെക്കുക. അത് എത്ര പറഞ്ഞാലും അവർക്കത് വിശ്വാസമില്ല. എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, ഒരു കക്കത്തിൽ എന്ന് പറഞ്ഞിട്ട്, കേട്ടോ. അതിലൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് മാത്രം ഇട്ടിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് അത് കട്ടിയാക്കി എടുത്തിട്ട് ഒരു സോസി ടെക്സ്ചറായിട്ടാണ് ഈ കക്കത്തിൽ എന്ന് പറയുന്നതിൻ്റെ ടെക്സ്ചർ. ഈ ഒരു ടെക്സ്ചർ അവരോട് പറഞ്ഞാൽ പറയില്ലല്ല, എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അകത്ത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ സോർട്ട് ഓഫ് മാജിക് ഇൻ ദാറ്റ് എന്നാണ്. അതൊന്നുമല്ല, അത് നമ്മൾക്ക് പല ജാതി പാത്രങ്ങളുണ്ട്. പിച്ചള ഉപയോഗിക്കുന്നിടത്ത് പിച്ചള ഉപയോഗിക്കണം. പിച്ചള ചെമ്പിൻ്റെ അകത്ത് ഈയം പൂശിയിട്ട് ഉള്ള ചെമ്പുണ്ട്. ചീനച്ചട്ടി ഉണ്ട്, നിങ്ങൾ അപ്പെല്ലാം ഉണ്ടാക്കുന്ന ചീനച്ചട്ടി ഉണ്ട്, മണ്ണിൻ്റെ ചട്ടി ഉണ്ട്, പിന്നെ കുടുക്ക, ഇങ്ങനെ പല പാത്രങ്ങളും നമുക്കുണ്ട്. നമ്മൾ ഓരോ സാധനവും ഉണ്ടാക്കേണ്ടതായ പാത്രങ്ങൾ നമ്മൾ അതിന് ഉപയോഗിക്കണം. ഇതെല്ലാം നോൺ സ്റ്റിക്കിലാണല്ലോ നമ്മൾ എല്ലാ സാധനവും കൂടെ ചേർത്തിട്ട്. അത് നോൺ സ്റ്റിക്കി എന്നാണ് നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത്. മേ ബി എപ്പോഴെങ്കിലും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാം. സംതിങ് വിച്ച് യു ഫീൽ ഇസ് ഗെറ്റിംഗ് സ്റ്റക്ക്, അതിന് മാത്രമേ നോൺ സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ. ഈ സാധാരണ നമ്മൾ എത്ര ഫ്രിക്ഷൻ ഉണ്ട് ഒരു പാത്രത്തിൽ, നമ്മൾ ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് ഒരു ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വൺ മെറ്റൽ ആൻഡ് അതർ മെറ്റൽ കൊറോഷൻ നടക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അതെല്ലാം ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ ജാതി പാത്രങ്ങളാണ് വാട്ട് ആ പൂർവികർ വാസ് യൂസിങ്. ആൻഡ് വാട്ടസ്റ്റ് ബി യൂസ് ഫിഷ്. ഇപ്പം ചെമ്പിൻ്റെ അകത്ത് പാല് കാച്ചൂല. ഈ ഉരുളി എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. ഉരുളിയിൽ ഞാൻ ഉണ്ടാക്കി. ഉരുളി വിരുദ്ധാണ് മിക്ക കാര്യങ്ങൾക്കും. ഇറ്റ്സ് എ മെറ്റൽ, ബിക്കോസ് ഉരുളി ഈസ് എ കാസ്റ്റിംഗ് ഓഫ് 2 metals together. And when you heat it up, any metal get reacted. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഉരുളിയിൽ ചിലപ്പോൾ പുളി അധികമായി കഴിഞ്ഞാൽ കഴിക്കും. പുളി ഇട്ടിട്ട് എന്തെങ്കിലും ഇതിലുണ്ടാക്കി ഉരുളിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ കയ്പടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീൻകറി പറ്റൂല. ഇല്ല, മീൻകറി പറ്റൂല. മൺചട്ടി വേണം. പുളി ഉണ്ടല്ലോ മീൻകറിയില്, മോര്, തൈര്, അതൊന്നും ഇടാൻ പാടില്ല. ആൻഡ് ഇപ്പോഴത്തെ ഉരുളികളെല്ലാം വരുന്നത് ദർ ഓൾ ഫാഷനബിൾ വൺസ് വിച്ച് ആർ കംപ്രസ്ഡ് അണ്ടർ മെഷീനറി വിത്ത് വാട്ട് ഇസ് ദ ഒറിജിനൽ മെറ്റൽ എന്നുള്ളത്
അറിയൂല. ആ ഉരുളി എന്ന് പറയുന്ന പാത്രത്തിന് ഒരുപാട് ഇതുണ്ട്, അതിനൊരു പുണ്യതകളുണ്ട് അതിൻ്റെ അകത്ത്. ആ ഉരുളിയിൽ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഉരുളി തന്നെ ഉണ്ടാക്കണം. അപ്പൊ പാത്രങ്ങൾ വാങ്ങി കളക്ട് ചെയ്യാന്നല്ല, വാങ്ങി കളക്ട് ചെയ്ത് അതിലുണ്ടാക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തെ പറ്റി പഠിക്കുകയും വേണം. ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് കാസ്റ്റ് അയൺ, ഇറ്റ്സ് നോട്ട് ഇരുമ്പ്. ഇരുമ്പ് മാത്രമാവുമ്പം അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വെസൽ ആസ് സച്ച്. ഇത് കാസ്റ്റാ, ഇതൊരു പൂയും ഇരുമ്പും കൂടി ഉരുക്കിയിട്ട് ചൈനക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയതാ. ഈ ചൈനീസ് വോക്ക് എന്ന് പറയുന്നില്ലേ, വോക്ക്, ഇറ്റ്സ് എ സോർട്ട് ഓഫ് മെറ്റൽ, ഇതാ കാസ്റ്റാ. അപ്പൊ ആ കാസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടെക്സ്ചർ കിട്ടാനുണ്ട് ലിക്വിഡ് ഗ്രേവിക്ക്. ആ ഗ്രേവി നമുക്ക് ഇഷ്ടാവില്ല, നല്ല സോസി ഗ്രേവി ആണെങ്കിൽ. ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ അവിടുത്തെ ഫുഡ് ഇഷ്ടാവുന്നത്? സിസ്റ്റം ഓഫ് കുക്കിംഗ് സെയിമാ. ഇവരെന്താക്കൂ, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അടിക്കും. ആ ഗ്രേവിയിലാണ് പിന്നെ പ്രോട്ടീൻ ഇട്ടിട്ട് തരുന്നത്. അപ്പോൾ യു തിങ്ക് ദറ്റ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ് വാട്ട് യു ആർ ഈറ്റിംഗ് എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിയും. അപ്പം ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരിക. നേരെ മറിച്ച് നമ്മൾ അതേ സാധനം നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ടെക്സ്ചറിലേക്ക് വരും. ഇപ്പം ഈ ബീഫൊക്കെ വരട്ടൂലേ ഉള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പം നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടെക്സ്ചർ കിട്ടൂല. കുക്ക് ചെയ്യാൻ വേണ്ടി അതിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ടെക്സ്ചർ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ മീറ്റ് പീസസ് മാത്രം നിൽക്കും, നമ്മളെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും എല്ലാം നല്ല സോസി ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പം അതാണ് പാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ്. മീൻകറി വെച്ചാൽ പോസ് ഉണ്ട് അതിനകത്ത് അല്ലേ, ചട്ടിയിൽ മണ്ണല്ലേ, അതുകൊണ്ടല്ലേ മീൻകറി ചട്ടിയിൽ വെക്കുന്നത്. മീൻകറി നിൽക്കും, കൂടുതൽ സമയം നിൽക്കും. ഉറിയിലാക്കിയിട്ട് കെട്ടിത്തൂക്കി വെക്കുമായിരുന്നു പണ്ടൊക്കെ മീൻകറി. അതൊക്കെ അതിൻ്റെതായ ആ പാത്രങ്ങൾ ഉപയോഗിക്കണം, അല്ലാണ്ട് ഈ ക്വാളിറ്റീസ് ഒന്നും കിട്ടില്ല. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിനിരുന്ന് വിശന്ന് ഓരോ കറിയിൽ നിന്ന് നമ്മൾ അടുത്ത കറിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മീൻകറിയൊക്കെ ഞാൻ എത്തി. അതെ, മീൻകറിയൊക്കെ ഞാനിപ്പോ ചോറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വയറിലെ ശബ്ദം എന്ന് തുടങ്ങി. അപ്പൊ ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വലിയൊരു അടുക്കളയിൽ നിന്ന് ആണ് ശരിക്കും വളരെ വലിയൊരു നല്ല സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഒരു ബിസിനസ്സിലേക്ക് ശരിക്കും വരണേ. ഇതിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിനിടയിൽ വീട്ടിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാരി ബിസിനസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞത് തകർന്നു കഴിഞ്ഞിട്ട് ഭർത്താവിന് അസുഖം വരണു. വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കിയിരിക്കാം എന്ന് വിചാരിക്കാൻ പറ്റിയ ഒരാളായിരുന്നു ഇത്ത. പക്ഷെ അബിത അങ്ങനെയല്ല വിചാരിച്ച് സ്വന്തമായിട്ട് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക ചെയ്തേ, സക്സസ്ഫുൾ ആവുക ചെയ്തേ. വൈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആ ഡിസിഷൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ അത്രയും ബിസിനസ് ചെയ്തിട്ട് പൈസ എണ്ണാൻ വരെ സമയമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ അറിയില്ല, നമ്മൾക്ക് പല പ്രശ്നങ്ങളും പല സമയത്തും വരാവുമല്ലോ അല്ലേ. അപ്പം കുറേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്തോ പ്രശ്നം വന്നു, അങ്ങനെ ഒരുവിധം പൊട്ടി തകർന്ന് ഇനി അങ്ങോട്ട് ആബിദ ഇല്ലാന്ന്. ലൈക്ക് ഐ വാസ് സോ സാഡ് അറ്റ് ദ വേർഡ്സ് ദറ്റ് ആബിദ പൊട്ടി എന്നുള്ള ഒരു വാക്ക് ആൾക്കാരുടെ ഇടയിലേ സാരി സെൽസ് ഒരു പൊട്ടിപ്പോയി. നമ്മളാൾക്കാർക്ക് ചെറിയ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അതിനെ അങ്ങോട്ട് ടാഗ് ചെയ്യും. ബട്ട് യു നോ, ഓൾ മൈ ലൈഫ് ഐ വാസ് വർക്കിംഗ് ഹാർഡ്. ഒരിക്കലും എനിക്ക് കുറേ പൈസ വേണമെന്നല്ല, എനിക്ക് ചെയ്തുകൊണ്ടിരിക്കണം, സംതിങ് എപ്പോൾ ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു സാഹചര്യങ്ങൾ പലതും ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് അല്ലേ. സംടൈംസ് സംതിങ് വിൽ കീപ്പ് യു അവേ ഫ്രം ഡൂയിങ് വാട്ട് യു വാണ്ട് ടു ഡു. ലൈഫ് ഇസ് നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് യുവർ ഓൺ ഡിസിഷൻസ്. യു ഹാവ് പീപ്പിൾ അറൗണ്ട് യു, യു ഹാവ് യുവർ മദർ, യു ഹാവ് എ ഹസ്ബൻഡ്, കുട്ടികൾ. ഫ്രീഡം ഓഫ് ലൈഫ് അവിടെ ഇല്ല നമുക്ക്. ഞങ്ങളുടെയൊക്കെ കാലത്തെ എപ്പോഴും എവിടെയെങ്കിലും ഒരു പിടുത്തം നമുക്ക് ഉണ്ടാവും. പൊട്ടി അങ്ങോട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ മാതിരി ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ആരെയും കൂസലില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വരണമെങ്കിൽ, ആൻഡ് പ്രത്യേകിച്ച് ബോൺ ഇൻ എ വെരി ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി, ഓ മേ ബി ഓർത്തഡോക്സ് എന്ന് പറയാൻ പറ്റില്ല, മൈ പേരൻസ് വേ വെരി ബ്രോഡ് മൈൻഡഡ്. അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം പഠിക്കാനും 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 10ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ 16 വയസ്സായിട്ടും കല്യാണം കഴിച്ചില്ലെങ്കിൽ യു ആർ ഓൾഡ്, ലൈക്ക് എന്താ മോളെ കെട്ടിക്കാത്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടവും ഒരു ബുദ്ധിമുട്ടിക്കലൊക്കെ ഉള്ള കാലഘട്ടമാണ് ഞാൻ ഐ എം 63. Today I started 64. Long years I was working. 60th ബർത്ത്ഡേ അന്നാണ് ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളായിട്ട് ഇറങ്ങിയത്. അപ്പം
See, I got married a little late because some family problems where I had to extend my marriage went 22 എന്നെ കല്യാണം കഴിച്ചേ. You call it എനിക്ക് late. അന്നത്തെ കാലമല്ലേ? my sister got married when she was 16. 10th സ്റ്റാൻഡേർഡ് പാസ്സാകുമ്പോഴത്തേക്ക് ഉറപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ചെക്കനെ കിട്ടൂല. ബിക്കോസ് അങ്ങനെയാണ് നമ്മളെ കൾച്ചറൽ ഇതും ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്തെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കെട്ടിച്ച് വിടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏർലി മാരേജസ് വലിയൊരു പ്രശ്നമുള്ള കാലഘട്ടം അല്ലായിരുന്നു. ശരിയാ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുറെ കൂടി സെക്യൂർ ആണ്. നമ്മൾ വേറൊരു- സെക്യൂർ ആണ്. പിന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങണ്ട. അപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോകുമ്പോൾ ലൈഫ് ബിക്കംസ് ഡിഫിക്കൾട്ട്. അതെ. ഇവിടെ നമ്മൾ ഹസ്ബൻഡിനെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അമ്മായിമ്മനെ കാണാൻ എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ മതി. അല്ലാണ്ട് ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്ന കൾച്ചർ നമുക്കില്ല. നോട്ട് മോർ ദൻ 2 days നമുക്ക് അവരെ വീട്ടിൽ നിൽക്കുക. ആ ഒരു കൾച്ചർ എന്താ അറിയില്ല. അങ്ങനെയാണ് നമ്മളുടെ കോഴിക്കോട് മലബാറിൽ ആ ഒരു ഏരിയ, കണ്ണൂർ, തലശ്ശേരി, ഇവിടെ മാത്രമേ ഇതിങ്ങനെയുള്ളൂ. അല്ല, അപ്പോഴേ 3 പെൺകുട്ടികളുള്ള വീടാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ, അപ്പൊ എല്ലാരും അവിടെ വന്ന് താമസിക്കും. അതിനാണ് ഞങ്ങൾക്ക് വീട് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വീട്ടിൽ അറ ഉണ്ടാവണം. ഇപ്പോൾ 3 കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ 3 ആൾക്ക് ആ വീട്ടിൽ 3 റൂം 3 ആൾക്ക് ഉണ്ടാക്കും. പിന്നെ ഉമ്മക്കും പാപ്പക്കും വേറെ വീട് റൂം, അത് നിർബന്ധമാണ്. ആ വീട് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ 3 റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു റൂമുണ്ട്. 3 ആളും കെട്ടിച്ച് പോയി. ഇപ്പം ഞാൻ ആ വീട് നോക്കി ഇങ്ങനെ കാവൽക്കാരിയായി ഇരിക്കുക. അപ്പം കാലം മാറി. അന്ന് പക്ഷേ ഈ വീടില്ലെങ്കിൽ നല്ല ബന്ധമൊന്നും വരില്ല. അന്ന് ബാങ്കിലെ ബാലൻസ് എല്ലാം നോക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് എന്താന്ന്, വീട് എത്ര വലുപ്പമുണ്ട്, അവരുടെ അത് നോക്കിയിട്ടാണ് ഒരു ഫാമിലിയിലേക്ക് ബൈൻഡ് ചെയ്യുക. ഈ കുഫൊക്കെ എന്ന് പറയും, ലൈക്ക് ഇപ്പം നമ്മൾ എന്ത് സ്റ്റാറ്റസിലാണ് ജീവിക്കുന്നത് അതേ സ്റ്റാറ്റസിൽ തന്നെ ആയിരിക്കും ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം തറവാടാ പറയാ, എന്നെ ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിച്ചതെന്നാ ചോദിക്കുക. അപ്പം എൻ്റെ തറവാട്ടിൻ്റെ പേര് കോയപ്പത്തൊടി എന്നാ, എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൻ്റെ പേര് അവർ കേയിമാരാ. അപ്പം കേയിൻ്റെ മോനെയാ കെട്ടുന്നത്, കോയപ്പത്തൊടിൻ്റെ മോള്. It was not It's never two people. It's always 2 culture and families. Cultural families. അതായിരുന്നു അന്നത്തെ കൾച്ചർ. I think I got diverted from ഇല്ല, your ഞാൻ point വളരെ of. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോളാം, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് വരിക, അതായത് ഇപ്പം ഒരു അച്ചപ്പം ഉണ്ടാക്കുന്ന ഒരു അമ്മാമ്മയാണെങ്കിൽ പോലും ഓൺട്രപ്രണർ ആണ്. പക്ഷെ അടുക്കളയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ കാണാനായിട്ട് പലരും ഇത് ഓൺട്രപ്രണർഷിപ്പ് ആണോ, അങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അതില്ലേ, ആൾക്കാർക്ക് അടുക്കളപ്പണി എന്നാ പറയാ. ആദമിന്റെ മകൾക്ക് ഇനിയിപ്പോൾ എന്തിനാ അടുക്കളപ്പണി, ഓളെപ്പോഴാ വെപ്പുകാരുത്തിയായത്. അങ്ങനെയാണ് കൾച്ചറലി ആൾക്കാർ കണ്ടിരുന്നത്. യുനോ ലൈക്ക് നിങ്ങൾ ഭയങ്കര കേക്ക് ഉണ്ടാക്കുന്ന ആളെന്നൊന്നും പണ്ടില്ല. കേക്ക് ഇങ്ങനത്തെ എന്താ പറയാ, ഇപ്പത്തെ എക്സോബറന്റ് സ്റ്റൈൽ ഓഫ് ഫുഡൊന്നും ഇല്ലല്ലോ, ബേക്കർ എന്നൊക്കെ പറയുന്നത്. അന്നൊന്നും അതില്ല. ബട്ട് നമ്മളുടേതായ ഫുഡേ ഉള്ളൂ, ബിക്കോസ് ദർ വാസ് നോ എക്സ്പോഷർ. പീപ്പിൾ ആർ നോട്ട് സീയിങ് ദാറ്റ് സോർട്ട് ഓഫ് എ ഫുഡ്. ടി വിയിലൊക്കെ അല്ലേ ഇപ്പം നമ്മൾ സ്പെഗറ്റിയും മറ്റേതും ഒക്കെ കാണുന്നതൊക്കെ, പിക്ചേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, ഇതെന്താണ്, and you're not traveling so much to know other people's food also. The thing, നമ്മൾക്കുള്ള ബേസിക് ഫുഡ് എഴുതുന്ന വി ആർ ഓൺ പാർട്ടീസ്. ലൈക്ക് എൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ വീട്ടിൽ വരും. അവിടുത്തെ സ്പെഷ്യാലിറ്റീസാണ് ഇവർ തപ്പുക. ഐ ലൈക്ക് ടു ഈറ്റ് ദ റെഡ് കറി വാട്ട് യു മേക്ക്. എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങളെ വീട്ടിലെ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹൗ ഡു യു മേക്ക് ഇറ്റ്. അതാണ് ഇൻക്വിസിറ്റീവ് ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്പി പറയൂല്ല. അത്രേ ഉള്ളൂ ഫുഡിൽ എക്സ്പോഷർ. ഇല്ല, പറയില്ല. പിന്നെന്താ രസം നിങ്ങളെ വീട്ടിൽ വന്ന് എനിക്ക് കഴിക്കേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാറ്റ് റെസിപ്പീസ് ഓഫ് ദ ഫാമിലി. അത് പറയില്ല. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗിവ് ഔട്ട് ദ റെസിപ്പീസ്. I mean, most of the people in my family might dislike me. അവളെന്തിനാ ഇതെല്ലാം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ they all appreciate because they saw that the world knows what is this cuisine and how important I'm trying to make this cuisine one among the world's best Chinese, Italian. നീ മലബാർ വരൂ, നോക്കിക്കോ, വരണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിങ്ങൾ പറയല്ലോ ഒരു മോട്ടോ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബിക്കം ഇന്റർനാഷണലി
ഫേമസ്. നമ്മളൊരു നെയ്ച്ചോറിൻ്റെ മണം കിട്ടിയാൽ പോരെ ഏത് സായിബ് പോകാനും. വീണ്ടും വിശപ്പ്. നെയ്ച്ചോറും ബീഫിന്റെ കൂടെ അല്ലേ ഏറ്റവും നല്ല ബീഫ് കറി അല്ലേ നെയ്ച്ചോറ് അല്ലേ? അതെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ബീഫ് കറി അല്ല, ഇഷ്ടു. ഇഷ്ടമാണ്. ഇഷ്ടു അത് സ്റ്റൂ ആണ്. ഇഷ്ടു നമ്മളത് ഇഷ്ടു ആക്കിയതാ. ഓ അല്ല, ഞാൻ പക്ഷെ നെയ്ച്ചോറിന്റെ കൂടെ എപ്പോഴും ഇത് ബീഫേ കഴിച്ചിട്ടുള്ളൂ. വാ, ഇതാണ് കോഴിക്കോട് വാ, കോമൺ. നമ്മൾ ഭക്ഷണം കാണിച്ചു ഇനി തരാം. വരാതിരിക്കോ ഞാൻ? ഇത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആബിത്തയുടെ വീട് ഒരു കുറച്ച് ദിവസം താമസിച്ച് കഴിക്കാനുള്ള റെസിപ്പി ഉണ്ടല്ലോ. അപ്പം ഈ ബിസിനസ്സിലേക്ക് വരികയാണ്, സ്വന്തമായിട്ട് എക്സ്പോർട്ടിങ്ങിലേക്ക് എല്ലാം മറ്റേ ആ പൊടികളെല്ലാം ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, ഞാൻ ഓർഡർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ മസാലക്കൂട്ടുകളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരുന്നത് സ്വന്തം കാലിൽ വീണ്ടും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ് ആബിത്ത. ഇറ്റ്സ് ആക്ച്വലി സസ്റ്റൈനബിലിറ്റി ആ സമയത്ത്. ബിക്കോസ് എനിക്ക് ആ ബിസിനസ്സിൽ പ്രോബ്ലം ഉണ്ടായി. അതിനോട് കൂടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയി. ഹി വാസ് സഫറിങ് ഫ്രം ക്യാൻസർ. പിന്നെ ബിസിനസ് എനിക്ക് ഒരുക്കി കൂട്ടി കൊണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ബിക്കോസ് ഓഫ് ഷോപ്പ് ഒഴിഞ്ഞു കൊടുക്കൽ. ആൻഡ് ഐ ഹാവ് മൈ ഡോട്ടേഴ്സ്. പിന്നെ അല്ലെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എല്ലാം കൂടി ഐ വാസ് ഇൻ എ മെസ്. ലൈക്ക് ബാങ്കിങ് പ്രോബ്ലംസ്, ബാങ്കുകാർ വീട് കൊണ്ടുപോകും, എല്ലാം പോവും. I was feeling miserable for some time. But every day I used to pray to God saying that എനിക്ക് നല്ല പവർ തരണേ. I believe in you and I want power. ഇത്ര മാത്രമേ നിങ്ങൾക്ക് പൈസ തരുമോ എന്ന് പഠിച്ചോണ്ട് ചോദിച്ചാൽ കിട്ടൂലല്ലോ. I will come back, I will come back, I want to come back. ആ ഒരു മോട്ടോ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. എന്ത് അമ്മിക്കും ആയാലും എനിക്ക് പ്രശ്നമില്ല. I knew how to keep it. ആൻഡ് രാത്രി സുഖമായിട്ട് ഉറങ്ങും. എനിക്ക് ഞാനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഹെൽത്തിന് എനിക്കൊന്നും വരാൻ പാടില്ല അല്ലേ. I want the power. I pray for power. എനിക്ക് ഫേസ് ചെയ്യാൻ, ചാലഞ്ചസ് ഫേസ് ചെയ്യണം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി വെൻ യു ഫെയിൽ. വെൻ യു ഫെയിൽ, പീപ്പിൾ വിൽ പുട്ട് മോർ ആൻഡ് മോർ പ്രഷർ ഓൺ യു. കൈ തന്നിട്ട് ബാ എണീക്കിന്നല്ല പറയാ. അയ്യോ അവള് വീണുപോയി, ഗുഡ്, somebody, I don't know what is inside their thoughts. പക്ഷേ ഇറ്റ് ഈസ് ക്വൈറ്റ് പെയിൻഫുൾ. അങ്ങനത്തെ ഒരു ഘട്ടത്തുനിന്ന് എടുത്ത് എണീറ്റ് വരാൻ എളുപ്പമല്ല. ബട്ട് ഞാൻ ഇന്നും പറയണം എല്ലാവരും നമുക്കൊരു അരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്ന വരെ ഞങ്ങൾക്ക് തിന്നാനുള്ള അരി പഠിച്ചോണ്ടിട്ടുണ്ടാവും. അതുവരെ വി വിൽ ലിവ് ഇറ്റ്. ഘട്ടങ്ങൾ വരും, അത് പോവും. രാത്രി ഉറങ്ങുക, രാവിലെ എണീക്കും, അടുത്ത ദിവസം നോക്കാം. I used to be like that, very firm in my decisions. And I think അതായിരുന്നു എൻ്റെ പവർ. ഏജ് ഇസ് ജസ്റ്റ് ഏജ് ഇസ് ജസ്റ്റ് ദാറ്റ് യുവർ സോൾ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, നോട്ട് യുവർ ഏജ്, നോട്ട് യുവർ ബോഡി. ഇപ്പം ഈ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇപ്പം പറഞ്ഞു. അതായത് ഇപ്പോൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് പവർ തരണേന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ. ഈ എല്ലാവരോടും നിങ്ങൾ എല്ലാവരും കാണുന്ന സക്സസ് ആണല്ലോ. സക്സസ്ഫുൾ ആയ ഒരാൾ കഷ്ടപ്പെട്ട് കാണും എന്നങ്ങ് പറയും. സക്സസിന് പിന്നിലൊരു മന്ത്ര എന്ന് പറയുമ്പോൾ അത് ഇത്രയും സ്റ്റേജസിൽ കൂടെ കടന്നു പോയിട്ടാണോ? ഒന്നും നടക്കത്തില്ല എന്ന് ഓർത്ത് കിടന്ന രാത്രികളൊന്നും ആരും ഓർക്കത്തില്ല. അപ്പം ഞാൻ ഈ ചോദിച്ചത് ഞാൻ ചെറുതാക്കി ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് ദി മന്ത്ര ബിഹൈൻഡ് യുവർ സക്സസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കും, ഒരു കുഞ്ഞുത്തരം? സക്സസ് എന്ന് പറഞ്ഞാൽ പൈസയല്ല, ഉം. അത് ഞാൻ പറഞ്ഞുതരാം. ഉം. ഐ എം നോട്ട് മേക്കിംഗ് മണി, ഉം. ബട്ട് ഐ നോ ഐ എം ഡൂയിങ് സംതിങ് യൂസ്ഫുൾ ഇൻ മൈ ലൈഫ്. ആൾക്കാരെ അപ്രീസിയേഷൻ, ദാറ്റ് ഇസ് വാട്ട് മൈ സക്സസ് ഇസ്. ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ലിക്വിഡിറ്റി. I am looking at how people love me, how they have taken me as a person. That is my success. And it's not money. I don't make money. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിനെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാ, യൂട്യൂബ് ഇങ്ങോട്ട് തന്നിട്ടല്ല. I do such good videos because my lighting and my presentation, all that costs a lot. And it is not, ആൾക്കാർ വിചാരിക്കും she's a YouTuber and she's making lots of money. No, it's not YouTube. അതൊന്നുമല്ല. ഇറ്റ് ഈസ് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യണം. അതിന് പൈസ വരുന്നുണ്ടോ പൈസ വരുന്നില്ല എന്നുള്ളത് ഇസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. ഐ ആം ലവിങ് മൈ ജോബ്, വാട്ട് ഐ എം ഡൂയിങ്, ആൻഡ് ഐ ലവ് ദ അപ്രീസിയേഷൻ പീപ്പിൾ ആർ ഗിവിങ് മീ. ഐ എം സോ ഹാപ്പി, ഐ എം സോ ത്രിൽഡ് ഇൻ മൈ ലൈഫ് ഗെറ്റിംഗ് പീപ്പിൾ ടു ലവ് മീ. I am already in love with you. Like, I am already in love with your food. ഞാൻ ഇത്രയും മാത്രം കേട്ടിട്ട് I can tell you. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം ഐ എം എ വുമൻ, യു ആർ എ വുമൻ, യു ആർ എ സക്സസ്ഫുൾ വുമൻ. അപ്പം ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ഇങ്ങനെ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം യുവർ ലൈഫ് കേട്ടോ? ഓൾവേസ് കുട്ടിയാവുമ്പോഴേ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സെൽഫ് എസ്റ്റീമാണ്. അത്
വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വിറ്റാൽ എന്താ തെറ്റ്? ലൈക്ക് യു ആർ മേക്കിംഗ് യുവർ ഓൺ കറി ഫോർ ദ ഡേ. അതിനൊരു പാട്ട് വിറ്റിട്ട് ലൈക്ക് യു ആർ മേക്കിംഗ് എനിവേ അല്ലേ? സോ യു ആർ സെല്ലിങ് ഇൻ 2 ടിഫിൻസ് ഫോർ സംബഡി എൽസ്. യു ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് യുവർ മണി. അങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിലൊരു കുറവ് വിചാരിക്കരുത്. നമ്മൾ കട്ടിട്ടും കൊന്നിട്ടും ഒന്നുമല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ജോലി ഉണ്ടായി അവനാൻ്റെ പൈസ ഉണ്ടാകുമ്പോണ്ടല്ലോ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരും. നമ്മൾ വീട്ടിലുള്ള നമ്മളുടെ ടോക്കിംഗ് സ്റ്റൈലാണെങ്കിലും നമ്മളോട് അവരെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒന്നുമില്ലാണ്ട് ദിവസം ഒരു 10 റുപ്യ വരുമോ, ഒരു 10 റുപ്യ വരുമോ എന്ന് ചോദിക്കണതിനെക്കാട്ടിയും നമ്മൾക്കൊരു ലൈഫിലൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വേണം. കോടികളില്ലെങ്കിലും നമ്മളുടെ പൈസ നമുക്ക് അതൊരു വാല്യൂബിൾ ഇതാ. ഇറ്റ്സ് നോട്ട് ദറ്റ് മണി പവർ അല്ല, ഇറ്റ് ഈസ് ഓൾ യുവർ മനസ്സ്. ഇറ്റ് വർക്ക്സ് ബെറ്റർ വെൻ യു ഹാവ് യുവർ ഓൺ money. You want to buy something, you want to love something. Can I buy? Can you buy? അല്ല, I want to buy. ആ ഒരു സിറ്റുവേഷനിൽ എത്തുകയാണ് ഒരു മനുഷ്യൻ്റെ സക്സസ്. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നതോടെ ഓഫ് കോഴ്സ് വളരെ സാമ്പത്തികമുള്ളൊരു വീട്ടിലാണ് ജനിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ പൈസ അത് ഭയങ്കര വ്യത്യാസമാണല്ലോ. നമ്മൾ ഏൺ ചെയ്യുന്ന ഓരോ രൂപയ്ക്കും വ്യത്യാസം ഉണ്ടല്ലോ. ആ ഒരു ഇൻഡിപെൻഡൻസിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആബിത്തയുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്തായിരിക്കും? ഞാൻ വന്നത് ഒരു ഗോൾഡൻ സ്പൂണുള്ള ഫാമിലി എന്നൊക്കെ ആയിരിക്കും. യു നോ ഹൗ ഫാമിലീസ് ആൻഡ് ഹൗ കോടതി ലൈക്ക് ഐ നോട്ട് ഇറ്റ്. എൻ്റെ ഫാമിലിയുടെ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടാൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഫാമിലീൻ്റെ റിച്ച്നെസ് നോക്കിയിട്ടല്ല നമ്മളൊരു പണി തുടങ്ങുന്നത്. ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കര അംബാനി പോലെ ഉണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് ഒരു 10 റുപ്യ കിട്ടണമെങ്കിൽ ആരെങ്കിലും മനസ്സ് കാണിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ഹെർ ഹാർഡ് ഓൺ മണി ഫോർ ഹർ ടു ഗെറ്റ്. ദ ഫാമിലി മൈറ്റ് ബി ബിഗ്, ദ പ്രോപ്പർട്ടീസ് എല്ലാം ബാക്കിൽ ഒരുപാട് ഉണ്ടാവും. പക്ഷെ സ്വന്തം പേഴ്സിൽ സ്വന്തം പൈസ അല്ല, വേറെ ആരുടെ ചോദിച്ചിട്ട് വേണം കിട്ടണം എന്നുള്ള ആളുടെ ഗതികേട് ഭയങ്കര ഒരു ഗതികേട് തന്നെയാണ്. അതൊരു ഒരു വല്ലാത്ത വിമിഷ്ടമാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈവൻ ഇഫ് യുവർ ഫാമിലി ഈസ് റിച്ച് ഓർ യു ആർ റിച്ച് ഇൻ ഓൾ സെൻസസ്, make your own effort and get the money what you want. Maybe I don't ask you to make crores, but ആ ചെയ്യുന്ന ആ പൈസക്ക് ഒരുപാട് പുണ്യമുണ്ട്. അത് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ പറയുന്നത്. അവനാൻ്റെ പൈസ ഉണ്ടാക്കാൻ പഠിക്കുക. അതൊരു സ്കില്ല് കൂടി ആവാം. എല്ലാവരും ഡോക്ടറോ എഞ്ചിനീയറോ ഭയങ്കര പ്ലേസ്മെൻ്റ് ആയ വൈറ്റ് കോളർ ജോബുകാർ ആവണമെന്ന് മാത്രമില്ല. പഠിക്കാൻ പറ്റാത്തവരും ഉണ്ടാവും. ഒരു ക്ലാസ്സിലുള്ള 2-3 കുട്ടികളല്ലേ ഫസ്റ്റ് ആവുകയുള്ളൂ. എല്ലാവരും ഫസ്റ്റ് ആവില്ലല്ലോ. ഞാനൊക്കെ ഒരിക്കലും പാസ്സായിട്ടില്ല. ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2 കൊല്ലം അതേ ക്ലാസ് തോറ്റ്. 4ാം ക്ലാസ്സിൽ അവസാനം സ്കൂളിൽ നിന്ന് ഒരു പറഞ്ഞ് കൊണ്ടുപോയിക്കൊള്ളാൻ. അങ്ങനെയാണ് എന്നെ ഊട്ടി കൊണ്ടുപോയിട്ടത് എൻ്റെ ഉമ്മ. അവിടെ നിന്ന് ഊട്ടി കൊണ്ടുപോയിട്ടപ്പം ബേസിക്കലി ഒരു കൊല്ലേ ഊട്ടി പഠിച്ചിട്ടുള്ളൂ. ഒരു കൊല്ലം ഊട്ടി പഠിച്ചപ്പോൾ പിന്നെ വലിയ കുട്ടികളായാൽ നമ്മളൊന്നും പണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ദൂരെ വിടുകയൊന്നുമില്ല. സോ ഐ കെയിം ബാക്ക്. പിന്നെ എനിക്ക് സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, വെരി ലോക്കൽ ഗവൺമെൻറ് സ്കൂളിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു +2 പഠിക്കാനും ഡിഗ്രി പഠിക്കാനും. ഡിഗ്രി ഞാൻ പ്രോവിഡൻസ് കോളേജിൽ ലിറ്ററേച്ചറായിട്ടാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 2nd ബാച്ച് ഓഫ് ദ കോളേജാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സമയം ഉണ്ടായി. അപ്പോൾ എനിക്ക് ബിസിനസ് മാനേജ്മെൻറ്റിലൊരു ഡിപ്ലോമ എടുക്കാൻ പറ്റും മദ്രാസ് കോത്താരീസ്. 1982 ഞാൻ പഠിച്ചത്. 85 എൻ്റെ കല്യാണവും കഴിഞ്ഞ്. ആൻഡ് ഓൾ ദീസ് ഇയേഴ്സ് യെസ് കുറേ ലൈഫിൽ പലതും കണ്ട് ട്രാവൽഡ്. ഒരുപാട് ഇൻ്റർനാഷണൽ ഒന്നുമില്ലെങ്കിലും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരുന്നു ആദ്യമൊക്കെ പോയിരുന്നത്. പിന്നെ കുറേ ആയപ്പോൾ മൂപ്പർക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റാണ്ടായി. ബിസിനസ് കൊണ്ടടക്കണ്ടേ. സോ ഐ ട്രാവൽ, ഐ എൻജോയ് ദി ട്രാവൽ. ഞാൻ കൽക്കത്ത സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ നടക്കും, അവിടെ നിന്നൊക്കെ ഫുഡ് അടിക്കും. റോഡ് സൈഡിൽ കബാബുകാരനുണ്ടാവും, അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാവും. രാവിലെ നല്ല ഇലക്ട്രിക്കൽ ടോസ്റ്ററിന് മുകളിൽ ടോസ്റ്റൊക്കെ ചെയ്ത് വെരി ഡിഫറെൻറ്റ്. സൈക്കിൾ റിക്ഷയിൽ പോവും. അവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കൂ. അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും, പോവും. ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പോവുക. ഇപ്പം പിന്നെ കുറച്ചൊരു ഒരാൾ വേണമെന്ന് കുട്ടികൾക്ക് നിർബന്ധമാണ്. നോ യു കാൻ ട്രാവൽ അലോൺ. എനിക്ക് 3 പെൺകുട്ടികളാണ്. സോ ദേ കനോട്ട് അസിസ്റ്റ് മീ ഓൾവേസ്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ലൈക്ക് മക്കളാണ് എൻ്റെ മെയിൻ. എനിക്ക് അവർ പറഞ്ഞാൽ പിന്നെ ഐ ഫിയർ ദെം, നോട്ട് എനിബഡി എൽസ്.
യെസ്. വെരി ഡിഫിക്കൽട്ട്. ഉമ്മാന്ന് ആരേലും പറഞ്ഞാ പേടിക്കുന്ന ഒരാളാന്ന് എനിക്ക് ആ തോന്നുന്നില്ല. പക്ഷെ ഒരു പറയൂ പറഞ്ഞിട്ട് പല്ലല്ലോ യു ഡു വാട്ട് യു വോണ്ട്. ബട്ട് ഫിർബി എനിക്കൊരു ഒരാൾ വേണ്ടേ ഒന്ന് പേടിപ്പിക്കാൻ. വേണം, വേണം. അത് അല്ലെങ്കിൽ വേണം. കുറച്ച് ഓവറായി പോകും. ആ ഒരു തോന്നലിൽ നിന്നും കൂടിയാണോ ഈ സക്സസിലേക്ക് പോയത്? അതായത് എനിക്ക് എൻ്റെ പൈസ, എനിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരരുത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഗതി വരരുത്, അങ്ങനത്തെ ഒരു കാഴ്ച എന്തെങ്കിലും കാണുകയോ അങ്ങനെ ഒരു ഇതുണ്ടാവുകയോ ചെയ്തു? ഗതി വരില്ലെന്നല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഭയങ്കര പവർഫുള്ളായിരുന്നു. നിങ്ങൾ പറഞ്ഞ മാതിരി ഉമ്മക്ക് ആയിരക്കണക്കിന് എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. ഉമ്മേനെ മാനേജ് ചെയ്യുക. എൻ്റെ ഫാദർ മെയിൽ മാനേജ്മെൻറ്റ്, ബാപ്പ മരക്കച്ചവടക്കാരനാണ്. ബാപ്പൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെ. ഉമ്മൻ്റെ ഉപ്പ വേഗം മരിച്ചു വരുന്ന കാരണം ഉമ്മ ഹാഡ് ടു മാനേജ് ഓൾ അവർ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ ഉമ്മ ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാര്യസ്ഥന്മാർ വരും, ഉമ്മ ഇങ്ങനെ അവരെടുത്ത് വർത്താനം പറയൂ, കണക്ക് വെക്കും, ഇതൊക്കെ ഞാൻ കാണുന്നത്. എന്നാലും ഉമ്മക്ക് 2 പശു ഉണ്ടാവും. ആ പശുവിൻ്റെ പാല് കറന്നിട്ട് അത് വീടുകളിൽ കൊടുത്ത് വിൽക്കും. അത് ആളെടുത്ത് കൊടുത്ത് അയച്ച് വിറ്റ് ഉമ്മ അതിൻ്റെ കണക്ക് നോക്കും. ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന പൈസയും ഇവിടുന്ന് വരുന്ന പൈസയും മാത്രമല്ല, ഇത് അതും കഴിഞ്ഞ് പാല് വിറ്റിട്ടില്ലെങ്കിൽ അത് മോരാക്കും, അത് പീഡിയക്കാർക്ക് കൊടുക്കും. അത് ഐ തിങ്ക് ഇപ്പം ആലോചിക്കുമ്പോഴേ ദാറ്റ് വാസ് സോ ഗ്രേറ്റ്. ലൈക്ക് അതെ. ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരാൾ, വിമൻ ഹാഡ് നോ പവർ. നിങ്ങൾ പറഞ്ഞ മാതിരി ഉമ്മാൻ്റെ പൈസ ഉമ്മൻ്റെ അൾമാരയിൽ തന്നെ വെക്കില്ല, ഉപ്പാക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഷീ വാസ് പവർഫുൾ, ഷീ ഹാഡ് ദ മണി വിത്ത് ഹർ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും വി നെവർ വെൻ ടു അ ഫാദർ, നമ്മളെല്ലാം ഉമ്മാൻ്റെ അടുത്താണ് പോയിരുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ അൾമാരയിൽ വെക്കുന്ന മുട്ടായി, ആദ്യം അത് മിഠായിയോടെ ആയിരുന്നു. ഉമ്മാൻ്റെ അടുത്തുള്ള ആ മിഠായി കിട്ടണം ഉച്ചക്ക് സ്കൂളിൽ വിട്ട് വരാൻ. അത് അതാണല്ലോ അന്ന് നമുക്ക് പൈസേൻ്റെ വില നമുക്ക് അറിയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മാൻ്റെ കയ്യിലുള്ള ആ പൈസയുടെ പവർ, അതാണ് സംതിങ് വിച്ച് ഉള്ളിനുള്ളിൽ നിന്ന് നമ്മൾക്ക് വരുന്നത്. വേറെ എന്ത് വെരി ട്രൂ, വേണം? വെരി ട്രൂ. അപ്ബ്രിങ്ങിങ് കറക്റ്റാണ്. കണ്ട കാഴ്ചകളും നമ്മളും അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മളെ പഠിപ്പിച്ച കാഴ്ചകളാണ്. അതെ അതെ. പക്ഷെ ഇതെല്ലാം ആയിക്കോട്ടെ, യൂട്യൂബിലോട്ട് വരികയും ഒരു പുതിയ ഫീൽഡാണ്. അന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളന്ന് കോളേജിൽ കാലത്ത് പോയെങ്കിൽ പോലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയോ ഇതുപോലെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യലോ ഒന്നുമില്ല. സാരി ബിസിനസ് നടത്തുമ്പോഴും അതും ഡിഫറെൻ്റ് ആണ്. ആദ്യമായിട്ട് യൂട്യൂബിലോട്ട് വരികയും ഇതിങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാവരും യെസ് ഗോ എഹെഡ് ആയിരുന്നോ, അതോ ഡിഡ് യു സ്ട്രഗിൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യൂട്യൂബ്. ഐ ഡോണ്ട് നോ. എനിക്കൊരു 3 കൊല്ലം മുന്നേ എന്താ യൂട്യൂബ് എന്നൊന്നും എനിക്കറിയില്ല. ഐ ഹാഡ് എ ഫോൺ ലോങ് ബാക്ക്. വിളിക്കാനറിയാം, വെക്കാനറിയാം, പിന്നെ മെസ്സേജ് വെക്കാനറിയാം, അത്രേ അറിയുള്ളൂ. ആ കൊറോണ വന്ന സമയത്ത് ഈവൻ ദോ ഐ വാസ് ട്രാവലിങ്, ബാക്കിയുള്ള ഫിനാൻഷ്യൽ കാര്യത്തിലും ബാക്കി ബിസിനസ് നോക്കാനൊക്കെ വലിയ വിവരം ഉണ്ടെങ്കിലും ടി വി വെക്കാൻ ഇപ്പോഴും ആരെങ്കിലും വേണം, ഒന്ന് ഓണാക്കി തരുമോ എന്ന് ചോദിക്കണം. ബിക്കോസ് ഐ ഡോണ്ട് നോ ടു മാനേജ് റിമോട്ട്. അങ്ങനെയുള്ളൊരു പൊട്ടിയായിരുന്നു. അപ്പം എൻ്റെ സണ്ണിൻ്റെ പോയിട്ട് കൊറോണൻ്റെ മുന്നേ വലിയൊരു ഫോൺ വാങ്ങി. അപ്പം എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇത് ഇനി അടവടക്കാനൊന്നും കയ്യിലെ കൊറോണയൊക്കെ വന്ന് ഉമ്മ യു വാണ്ട് ദ ഫോൺ എന്ന് ചോദിച്ച്. അപ്പം വേറെ നിവൃത്തില്ല, ടു ഹെൽപ്പ് ഹിം, ഐ ഗേവ് മീ ദ ഫോൺ. അന്നാണ് ഞാനൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഫോൺ കാണുന്നത്, അതാ കൊറോണ സമയത്തെ. അപ്പോൾ ഐ തോട്ട് ഇതിലെന്തൊക്കെ അങ്ങനെ ഐ ഹാഡ് എൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായ സമയത്ത് ഐ ഗോട്ട് ഇൻ സം മണി. എൻ്റെ ഒരു വേറെ സോഴ്സിൽ എനിക്ക് പൈസ വന്നു. അപ്പം ഞാൻ എൻ്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഷോപ്പ് തുടങ്ങി. കുറേ ഇൻവെസ്റ്റ് ചെയ്ത്, കുറേ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഷോപ്പ്. 3 മാസം അവിടെ ഇരുന്നിട്ടുള്ളൂ. 3 മാസം ബീച്ചിലായിരുന്നു. കൊറോണ വന്നപ്പോൾ അത് പൂട്ടി. അയ്യോടാ. 3 മാസം കൊണ്ട് ആ പൈസയും പോയി. ഇത് എന്താ പറയുക, പൂച്ച വെള്ളത്തിൽ വീണ മതിരിയ, പിന്നെ പേടിയല്ലോ. അപ്പോൾ ആ ഷോപ്പും പോയി. അപ്പോൾ ആ ഷോപ്പും പോയ സമയത്ത് ഇനി എന്താ ചെയ്യുക, കിട്ടിയ പൈസ അതും തീർന്നല്ലോ. ആ ഒരു സമയത്ത് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെയാണ് ഈ ഫോൺ വന്നത്. അപ്പോൾ ഈ ഷോപ്പ് വിൽക്കണം, ലൈക്ക് ഐ ഹാവ് ടു ഗെറ്റ് മൈ മണി ബാക്ക്. അപ്പോൾ ഇങ്ങനെ ഒരാളെടുത്ത് പരിചയപ്പെട്ടു. പിന്നെ വി വർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് എന്നുള്ള അങ്ങനെ നല്ലൊരു റിസോർട്ട് ഉണ്ട്, ക്യാൻ യു വി വിൽ ഗോ സീ. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും വേറെ എൻ്റെ മക്കളും മോളും ഹസ്ബൻഡും എല്ലാം കൂടി ആ റിസോർട്ടിൽ പോയി. അവിടെ പോയപ്പോൾ നമ്മളുടെ ഒരു സാൻഡ്ര തോമസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്ര ചോദിച്ച് ആൻറ്റി ബിരിയാണി ഉണ്ടാക്കാം പറഞ്ഞു. യെസ്, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അന്ന് ഒരു വീഡിയോ ഉണ്ട് ആ സാൻഡ്ര ഞാൻ പറഞ്ഞാൽ എടുത്തോന്ന് പറഞ്ഞു. സാൻഡ്ര ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, സാൻഡ്ര എന്തോ പറയുന്നത് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് എ വീഡിയോ റൈറ്റ്.
കുറച്ച് കഴിഞ്ഞ് മൈ ഡോട്ടർ കോൾഡ് സാൻഡ്ര ആൻഡ് ഷീ സ്റ്റഡി ടുഗെദർ. ഉമ്മ എവിടെയോ ഉള്ളത്, വേർ ആർ യു ഡൂയിങ് ദിസ്? സാൻഡ്ര പോസ്റ്റ് ചെയ്ത വീഡിയോ, അതെന്താ പോസ്റ്റ് ചെയ്യുക എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ മറ്റേ മോള് നിൻ്റെ ഫോണിലൊന്ന് കാണിച്ചുകൊണ്ടാ, ഞാൻ എന്തോ ചെയ്ത വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ് ഇൻ ദ ഫോൺ എന്ന് പറഞ്ഞ്. അപ്പോൾ ഷീ ഷോഡ് മീ. ആൻഡ് ഐ തോട്ട് ഇറ്റ് ഗോയിങ് ഇൻ ലാക്സ്, പീപ്പിൾ വ്യൂയിങ് ഇൻ ലാക്സ്. അപ്പോൾ ഇത് തിരക്കേടില്ലല്ലോ, ഏതായാലും കച്ചവടം പൊട്ടി, പണിയൊന്നുമില്ല, ഞാൻ അടുത്ത പണി നോക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഇളയ മോള് പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. മോളെ ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ഷീ ഗോട്ട് മാരിഡ് ആൻഡ് ഷീസ് ലിവിങ്. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ഷീ വാസ് ലിവിങ് ദ. എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കണം, എനിക്കും എടുക്കണം, നീ ഒന്ന് പറ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ അവരെ വിളിക്ക്. യു ആർ ക്രേസി, യു ആർ 60 now, മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഐ തോട്ട് ഐ കുഡൻ ഡു ഇറ്റ് എന്ന് വിചാരിച്ച് ഐ കെയിം ബാക്ക് ഹോം. സ്റ്റിൽ ഐ ഡോണ്ട് ലീവ് ഇറ്റ്. അങ്ങനെ ഐ ഗോട്ട് വൺ ഓഫ് മൈ കുറച്ച് ഒരു വീഡിയോഗ്രാഫർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിലൻ എന്ന് പറഞ്ഞിട്ട്, ഞാനും മിലനും കൂടിയാണ് എൻ്റെ എല്ലാ വീഡിയോസും വർക്ക് ചെയ്യുക. അവൻ NID പഠിച്ചതാണ്. അവന് എന്തോ കാരണവശാൽ നമ്മൾ മീറ്റ് ചെയ്ത്. ആൻഡ് ഹി സെഡ് കം ലെറ്റ്സ് ഡു ദ വീഡിയോ. ഐ സെഡ് മോനെ നീ ചെയ്യുന്നോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് അവൻ്റെ അടുത്തുള്ള ക്യാമറയും വെച്ച് തുടങ്ങിയ വീഡിയോ ആണ്. 2022 ഇപ്പോൾ 3rd year ആയി. ഇന്നലെ 7th വന്നാൽ 3rd year കംപ്ലീറ്റ് ആയി വീഡിയോ. ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അത് മില്യൺ അടിച്ചു. എന്താ മില്യണൊന്നും വിവരം വേണ്ടേ? ലൈക്ക് ദാറ്റ് മെയ്ഡ് മീ ഇൻ ടു എ യൂട്യൂബർ. വി ഹാഡ് ജസ്റ്റ് വൺ ക്യാമറ. ആ ക്യാമറയിൽ ആദ്യം വന്നിട്ട് ഉള്ളിവാട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കൂ, പിന്നെ ആ ക്യാമറ അത് കഴിഞ്ഞ് പിന്നെ ദൂരത്തുനിന്ന് പിന്നെ എടുക്കൂ. അങ്ങനെ ഒരു ക്യാമറയും 2 ലൈറ്റും വെച്ച് തുടങ്ങി. ഇപ്പം എന്താ പറയുക, 3 ക്യാമറയും കുറേ ലൈറ്റും ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ബട്ട് ഹീ ഈസ് ഓൾസോ ടാലൻറ്റഡ് and I had my own way of talent, and my husband had created a lot of he had made a nest for us before he was going. Like എൻ്റെ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി വെച്ചപ്പോൾ ഇറ്റ് ലുക്ക്ഡ് വെരി ഡിഫറെൻറ്റ്. അപ്പം ഇതെല്ലാം മൂപ്പര് വാങ്ങി വെച്ചതായിരുന്നു. ഹി വാസ് എ ഗുഡ് കളക്ടർ. ഐ യൂസ്ഡ് ഓൾ ദീസ് തിങ്സ്. എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഹി വാസ് ദ പേഴ്സൺ ഹു ടോട്ട് മീ ഹൗ ടു ഡു ഓൾ. ഒരു കാര്യം കൂടെ പോകുന്നതിന് മുന്നേ ചോദിക്കണം, കാരണം ഭക്ഷണത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥിരം കഴിക്കുന്ന ചില ഫുഡുകളുണ്ട്. അതായത് ഇവിടെ ഒരു നവ്യ ബേക്കറിയിൽ ഒരു ഗീ കേക്ക് എപ്പോൾ കിട്ടിയാലും എനിക്ക് വേണം. അതുപോലെ ഞാൻ പോയി കഴിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഒത്തിരി പേരും ഭക്ഷണത്തെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആവുന്നൊരു കാലമാണ്. പല ഹെൽത്ത് പ്രശ്നങ്ങളും എല്ലാം ഭക്ഷണവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകൾ പറയാറുണ്ട്. ആബിത്ത ഫുഡ് സ്നേഹിക്കുന്ന, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന, കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ ഈ ആരോഗ്യവും നമ്മുടെ ഈ ഡയറ്റും നമ്മുടെ അതും ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണോ? അതോ ഭക്ഷണത്തിനെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കഴിക്കണം? എനിക്ക് തോന്നിയത് ഞാൻ കഴിക്കണവർക്ക് ഉണ്ടാക്കിയും കൊടുക്കും. ഞാൻ മരിക്കണ വരെ അങ്ങനെ തന്നെ കഴിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഡയബറ്റിക് ആണ്, അത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, അതൊന്നും എന്നോട് നടക്കൂല. എനിക്ക് കിടക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ ഐ എൻജോയ് മൈ ഫുഡ് ആൻഡ് മൈ ഹസ്ബൻഡ് ഓൾസോ. മൂപ്പര് മരിക്കണ വരെ ഐ നെവർ റെസ്ട്രിക്റ്റഡ് ഹിം. ഏതായാലും ജീവിതം നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ട്, സൂക്കേടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ജീവിതം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. യു ഹാവ് ഇറ്റ്. ഞാനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നിയാൽ ഞാൻ കഴിച്ചിരിക്കും. ഐ ഹാവ് നോ റെസ്ട്രിക്ഷൻസ്. ഐ ഡോണ്ട് നോ ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോന്ന്. ഞാൻ എങ്ങനെയൊന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ അങ്ങനെയാണ്. Thank you so much for being a part of this one. Thank you, Abita. Thanks a lot. I open out on my interviews. I don't keep anything in heart and then talk something. I don't know if I have spoken something which is something against everyone or something towards you. Please forgive. And I love everyone. That's it. Thank you. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.